ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മൂലൻസ് കയറിയപ്പോൾ അവിടെ നല്ല ഫ്രഷ് കൂണ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതും 2 പാക്കറ്റ് വാങ്ങിയിട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി മുപ്പൊക്കെ ഇട്ടിട്ടാട്ടോ കഴുകി വെച്ചത്. അതിന് കൂടെ തക്കാളി അരിഞ്ഞു വെച്ചു, പിന്നെ പച്ചമുളക്, മല്ലിയില, ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ കറിവേപ്പിലയും കൂടെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാളയും കൂടി എടുത്തു വെച്ചു കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് നമ്മൾ തന്നെ പൊടിച്ചതാട്ടോ ഇവിടെ. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ളത് ഉപ്പും പിന്നെ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണയും കൂടി എടുത്തു വെച്ചു. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ചൂടായപ്പം 2 ഏലക്ക ഇട്ട് കൊടുത്തു. ഏലക്ക പൊട്ടിച്ചിട്ടാട്ടോ ഇട്ടായത്, ഇനി പൊട്ടിത്തെറിക്കണ്ടെന്ന് വിചാരിച്ചു. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ടു. ഇനി ഈ സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ പതിയെ അടച്ചു വെച്ച് അത് നല്ല പോലെ വഴറ്റിയെടുത്തു. എന്നിട്ടത് നല്ലപോലെ വഴറ്റി കിട്ടിയപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് ഇട്ടു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയില്ല കേട്ടോ, ചതച്ച് തന്നെ എടുത്തത്. അപ്പോൾ ആ ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതുകളെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇതുകളൊന്ന് നല്ല പോലെ വഴറ്റിയും കൂടെ എടുക്കണം. അടച്ചു വെച്ചിട്ടാട്ടോ വഴറ്റിയെടുത്തേ. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും, അല്ലെങ്കിൽ അടുക്കി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരുവിധമൊക്കെ വഴറ്റി വരുമ്പോൾ അത് നല്ലപോലെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന രീതിക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറക്കുക, പിന്നെ നല്ലപോലെ വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നല്ലതായിട്ട് ഉടഞ്ഞ് കിട്ടുമ്പം ആ പൊടികളെല്ലാം, മസാലപ്പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ, അതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ആ പച്ചമണം മാറണ വരെ അത് മിക്സ് ചെയ്യുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം അതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒത്തിരി അങ്ങോട്ട് ഒഴിക്കണ്ട കേട്ടോ, കാരണം കൂണിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. ആ വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി നല്ലപോലെ ഒന്ന് തിളച്ച് വരാൻ നേരത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേർന്ന് കൂൺ അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് ആ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് കൂൺ വേവണ വരെ വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും നേരം സ്റ്റൗ സിമ്മിലാട്ടോ ഇട്ടത്. കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നല്ല പോലെ വെള്ളമൊക്കെ ആയി. ഇനി ഇതൊക്കെ ഒന്ന് പറ്റിച്ച് ആ കൂണൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് തന്നെയാട്ടോ വേവിച്ചെടുത്ത്. വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വെള്ളമൊക്കെ പറ്റി തുടങ്ങി. കുറച്ചുകൂടെ പറ്റാനുണ്ടായുള്ളൂ. അത് ഒന്ന് തുറന്ന് വെച്ചിട്ട് പറ്റിച്ചും എടുത്തു. അപ്പോഴേക്കും കൂൺ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈനൽ സ്റ്റേജായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് പതിയെ ഒന്ന് അടച്ചു വെച്ചു. എന്നിട്ട് ആ മല്ലിയില ഒന്ന് വാടിക്കഴിഞ്ഞപ്പം കറി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. ഞാൻ ബ്രെഡിൻ്റെ കൂടെ ഇക്കാക്ക ചോറിൻ്റെ കൂടെ ആട്ടോ കഴിച്ചേ. നല്ല ടേസ്റ്റ് ആയിരുന്നു.